രാഹുൽ അല്ല എങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ കോൺഗ്രസിന് തീരുമാനിക്കാൻ കഴിയുന്ന പേരവിടെ ആരുണ്ട്? മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരു വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് BJP ഉൾപ്പെടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ ഒരു പക്ഷേ രംഗത്ത് ഇറങ്ങിയേക്കും എന്നാണ് തോന്നുന്നത്. മുരളിയുടെ പേരുകൾ പരിഗണിക്കപ്പെടും. കെ മുരളീധരൻ്റെ പരിഗണനയിലുള്ള 2-3 മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടുണ്ട്, ഗുരുവായൂരുണ്ട്. അപ്പോൾ മുരളീധരൻ്റെ താല്പര്യം കൂടി അതിൽ പാലക്കാട് ആവുകയാണെങ്കിൽ മുരളിക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, മുരളി ഇതുവരെയും തുടർന്നു വന്ന ഒരു രാഷ്ട്രീയമുണ്ട്. BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ ഞാൻ തുടർച്ചയായി മത്സരിക്കുകയാണ്, അതെൻ്റെ പോരാട്ടമാണ്, നേമത്തും തൃശ്ശൂരും എന്നൊക്കെ പറഞ്ഞ് ഷാഫിക്കും സാധ്യത. ഷാഫി സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് തനിക്ക് താല്പര്യമെന്ന് ഷാഫി പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഷാഫിയുടെ പവറുണ്ടോ? അത് ഒരു പ്രശ്നമാണ്. കാരണം എത്ര MP മാർ വീണ്ടും മത്സര രംഗത്തേക്ക് വരണം എന്ന തീരുമാനത്തെ കൂടി ആശ്രയിച്ചിരിക്കും ഷാഫിയുടെ വരവ്. മാത്രമല്ല, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഷാഫിക്ക് പാലക്കാട് തന്നെ കൊടുക്കണമോ, ശക്തമായ ഫൈറ്റിംഗ് സീറ്റിലേക്ക് തോക്കാൻ വേണ്ടി തന്നെയാണെങ്കിലും നല്ല ഫൈറ്റിംഗ് സീറ്റിലേക്ക് ഷാഫിയെ പോലുള്ള ആളുകളെ പരിഗണിക്കണോ, അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലേക്ക് വരെ ഷാഫിയെ പരിഗണിക്കണമെന്നുള്ള ചർച്ചകൾ മലബാറിലെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അതായത് ഈ രാഹുൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നൊരു മണ്ഡലമല്ല, നല്ല കോൺഗ്രസ് നേതാക്കളെ ഇവിടെ പരിഗണിക്കാവുന്ന സാഹചര്യമുണ്ട്. ഉറപ്പായുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അവസാന നിമിഷം വരെയും ഫൈറ്റ് ചെയ്യും. തീർച്ചയായും. അപ്പോൾ രാഹുൽ സ്വന്തമായിട്ട് പോലും മത്സരിക്കാനുള്ള പറയാനാവില്ല, രാഷ്ട്രീയമാണ്. തീർച്ചയായും. അപ്പോൾ പാലക്കാടിന്റെ തലവര എങ്ങോട്ട് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് മുൻനിർത്തി ചില നേതാക്കൾ ഇപ്പോൾ ചരട് വലിക്കുന്നുണ്ട്. അപ്പോഴും പീഡന കേസിൽ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം മറന്ന് പോകരുത്.